ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഹരി ജീവനെ പരിചയപ്പെടുത്തി അമ്മാവന് കൊടുക്കുകയാണ്. വാക്വം ക്ലീനറുമായിട്ട് വന്ന ആളാണെന്നൊക്കെ പറയുന്നു. അമ്മാവനപ്പോൾ പറയുന്നുണ്ട് പത്മ ടീച്ചറിനും ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിലോ അവരെ കൂടെ വിളിക്കാമെന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട് എന്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് അവരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കത് ഇഷ്ടമല്ലെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. വാക്വം ക്ലീനറിന്റെ ഡെമോ ജീവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനപ്പോൾ പറയുന്നുണ്ട് ഇത് നല്ല ഉപകാരമാണല്ലോ, എല്ലാം ക്ലീൻ ആകുന്നുണ്ടല്ലോ, ഇനി ജോലിക്കാരെ ഒന്നും ആവശ്യം പോലും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. അമ്മാവൻ പത്മ ടീച്ചറിനെ കൂടെ വിളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. പുറകെയും ഹരിയും പ്രശ്നമുണ്ടാക്കി ചെല്ലുകയാണ്. ഹരി അമ്മാവന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് അവരെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ. അതേ സമയത്ത് കല്യാണി മോളാണെങ്കിൽ വെള്ളം ചൂടാക്കാനായിട്ട് കൊണ്ടുവരികയാണ്. ജീവന്റെ അടുത്ത് വന്നിട്ട് കല്യാണി കരണ്ട് കൊണ്ട് വെള്ളം ചൂടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് കല്യാണിക്ക് ഷോക്ക് അടിക്കുന്നു. ജീവൻ കല്യാണിയെ രക്ഷിക്കുന്നുണ്ട്. ജീവൻ കല്യാണിയെ സോഫയിൽ കിടത്തിയിട്ട് സാറേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ജീവൻ വിളിക്കുന്ന ബഹളം കേട്ടുകൊണ്ട് ഹരിയും അവിടേക്ക് അമ്മാവനും ഓടി വരുന്നു. ജീവൻ പറയുന്നുണ്ട് മോൾക്ക് ഷോക്ക് അടിച്ചതാണ്, മോളെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറയാണ്. ഹരി ഒരുപാട് ടെൻഷനും സങ്കടവും ആകുന്നുണ്ട്. മോളെ വിളിച്ചുണർത്തുന്നുണ്ട്. മോളപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ പേടിക്കണ്ട, എനിക്ക് ഷോക്ക് അടിച്ചതാണ്, ഈ അങ്കിളാണ് എന്നെ രക്ഷിച്ചതെന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ ചോദിക്കുന്നുണ്ട് മോൾ എന്തിനാണ് വെള്ളം കരണ്ട് കൊണ്ട് ചൂടാക്കിയതെന്നൊക്കെ. കല്യാണി അപ്പോൾ പറയുന്നുണ്ട് പത്മ ടീച്ചർ വെള്ളത്തിൽ കൂടെ കരണ്ട് ഉൽപ്പാദിപ്പിക്കാമെന്ന് പറഞ്ഞു, അതൊന്ന് നോക്കിയതാണെന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയാണ് എന്റെ മോളെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയാണ് ആ ടീച്ചർ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഒരു ടീച്ചറും അങ്ങനെയൊന്നും പറയത്തില്ല, മോൾക്ക് എന്തോ തെറ്റു പറ്റിയതായിരിക്കുമെന്നൊക്കെ. സാറിന് മോളെ ഭയങ്കര ജീവനാണല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എന്റെ മോളെ ഭയങ്കര ജീവനാണ്, ഇവൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, അമ്മയില്ലാത്ത കുട്ടിയാണെന്നൊക്കെ പറയുന്നു. ഹരി ജീവനോട് പറയുന്നുണ്ട് എന്തായാലും എന്റെ മോളെ രക്ഷിച്ചതല്ലേ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ കാര്യം ഞാൻ പലരോടും സംസാരിക്കാമെന്നൊക്കെ പറയാണ്. ജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പുതിയ പ്രോഡക്റ്റ് സാറിന്റെ വീട്ടിൽ തന്നെ കമ്പനിയിൽ നിന്നുള്ള ആള് കൊണ്ട് തരുമെന്ന്, എനിക്ക് വേറെ ഒരാളെ കൂടെ കാണാനുണ്ട്, ഞാൻ പോട്ടെ എന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല, എന്റെ മോളെ രക്ഷിച്ചതല്ലേ, അതുകൊണ്ട് ഒരു ചായ കുടിച്ചിട്ട് പോയാൽ മതിയെന്നൊക്കെ പറയുന്നു. അമ്മാവനപ്പോൾ പറയുന്നുണ്ട് ഇയാൾക്ക് ഒരു കസ്റ്റമറെ കൂടെ കിട്ടിയാൽ നല്ലതല്ലേ, ഞാൻ എന്തായാലും പത്മ ടീച്ചറിനോട് കൂടി പറഞ്ഞിട്ട് വരാമെന്ന് പറയുന്നു. ഹരി അപ്പോൾ വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അമ്മാവൻ നിർബന്ധിക്കുമ്പോൾ പിന്നെ സമ്മതിക്കുകയാണ്. അമ്മാവൻ നിത്യയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നിത്യയും എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മാവൻ നിത്യയോട് പറയുന്നുണ്ട് മുകളിൽ ഒരാൾ വന്നിട്ടുണ്ട്, വാക്വം ക്ലീനറുമായിട്ടാണ് വന്നിരിക്കുന്നത്, മോളൊന്ന് നോക്കാനെന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് ജീവനാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഹരി പറയുന്നുണ്ട് ആ ടീച്ചർ ഭയങ്കര ജാടക്കാരിയാണ്, പെട്ടെന്നൊന്നും വരത്തെ, താൻ എത്രയും പെട്ടെന്ന് പോകുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ ജീവനാണെങ്കിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അമ്മാവൻ നിത്യം വിളിച്ച് മുകളിലേക്ക് വരുമ്പോഴേക്കും ജീവൻ ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട്. അമ്മാവൻ ഹരിയോട് ചോദിക്കുന്നുണ്ട് അയാൾ എവിടെയെന്ന്. ഹരി അപ്പോൾ പറയുന്നുണ്ട് അയാൾ പോയെന്ന്, ഇത്രയും നേരം അയാളെ കൊണ്ട് എങ്ങനെയാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നു. അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ അവനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മാവൻ വെളിയിലേക്ക് പോകുന്നു. അമ്മാവൻ ജീവനെ പുറകിൽ നിന്നും വിളിച്ചു നിർത്തുകയാണ്. അതേ സമയത്ത് ഹരി നിത്യയെ കളിയാക്കുന്നുണ്ട്, ഇത്രയും നേരം ലേറ്റ് ആയതിന് കാരണം ഒരുങ്ങുകയായിരിക്കും അല്ലേ, പെണ്ണുങ്ങളാണെങ്കിൽ ഒരുങ്ങാതെ വെളിയിലേക്ക് ഇറങ്ങത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു. നിത്യ അപ്പോൾ പറയുന്നുണ്ട് തനിക്ക് എന്തറിയാം, പെണ്ണുങ്ങൾക്ക് എന്തെല്ലാം ജോലികളുണ്ട് വീട്ടിലെന്ന് നിങ്ങൾക്കറിയുമോ, അതിന് ഈ വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നു. ഹരി അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ പെണ്ണുങ്ങളില്ലാത്തതുപോലെ അവിടെ ആണുങ്ങളെയും ആരെയും കാണാറില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അതെങ്ങനെയാ, നിങ്ങളുടെ കൂടെയൊക്കെ ആര് താമസിക്കാനാണെന്നൊക്കെ പറയുന്നു. രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുകയാണ്. നിത്യ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മാവൻ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്, എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു പോകുന്നു. അമ്മാവൻ ജീവനെയും കൂട്ടി വീണ്ടും ഹരിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹരിയോട് ചോദിക്കുന്നുണ്ട് നിത്യ എവിടെയെന്ന്. ഹരി അപ്പോൾ പറയുന്നുണ്ട് ആ പത്മ ടീച്ചർ മഹാഹങ്കാരിയാണ്, അവർക്ക് ക്ഷമയൊന്നുമില്ല, അവര് പോയെന്നൊക്കെ പറയുന്നു. ഹരി ജീവനോട് പറയുന്നുണ്ട് ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ തന്റെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം, അങ്ങനെ തനിക്ക് കുറച്ച് ബിസിനസ് ഒക്കെ കിട്ടും, താൻ ഇവിടെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടെന്നൊക്കെ പറയുന്നു. ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ലാഭകരമായിട്ട് ബിസിനസ് നടന്നാൽ മതി, നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ജീവൻ ഇറങ്ങുകയാണ്. ജീവന്റെ സംസാരം താഴെ നിന്ന് നിത്യ കേൾക്കുന്നുണ്ട്. നിത്യ ഉടനെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരികയാണ്. നിത്യ മുകളിലേക്ക് വരുമ്പോഴേക്കും ജീവൻ പോയിരുന്നു. നിത്യ അമ്മാവനോട് ചോദിക്കുന്നുണ്ട് ആരാണ് ഇപ്പൊ സംസാരിച്ചതെന്ന്.
അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട് വാക്വം ക്ലീനർ തരാൻ വന്ന ആളായിരുന്നു എന്നൊക്കെ. ഹരി അപ്പോൾ പറയുന്നുണ്ട്, ഒരു ടീച്ചറായിട്ട് ഇങ്ങനെയാണോ ആളുകളോട് പെരുമാറേണ്ടത്, ഇത്ര നേരമാണോ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നതെന്നൊക്കെ പറയുന്നു. ഹരി അങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. നിത്യ അമ്മാവനോട് ചോദിക്കുന്നുണ്ട്, അമ്മാവൻ ഇയാളെ നേരത്തെ അറിയുമോ എന്നൊക്കെ. അമ്മാവൻ അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നേരത്തെ അറിയത്തില്ല, ഇപ്പോഴാണ് പരിചയപ്പെട്ടതെന്നൊക്കെ പറയുന്നു. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, ആ സൗണ്ട് ആണെങ്കിൽ നല്ല പരിചയമുള്ള സൗണ്ട് ആണല്ലോ എന്നൊക്കെ. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക്